നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UN പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധം. അനവധി രാജ്യങ്ങളുടെ പ്രതിനിധികൾ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. പ്രസംഗത്തിനിടയിലും പ്രതിഷേധ ശബ്ദമുയർന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ ഗുസ്താവോ പെട്രോ ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിച്ചു. പലസ്തീനികളെ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്നും ഗുസ്താവോ ആരോപിച്ചു. പലസ്തീനെ മോചിപ്പിക്കാൻ ഏഷ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു അന്താരാഷ്ട്ര സൈനിക കൂട്ടായ്മ രൂപീകരിക്കണം. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിയെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ വിമർശിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. കരാറിലെ വ്യവസ്ഥകൾ ഇന്ത്യ ലംഘിച്ചതായി ആരോപണം. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖോജ ആസിഫിന് നാക്കുപിഴ. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എന്നീ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു നാക്കുപിഴവ് സംഭവിച്ചത്. പലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അനുവദിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെള്ളിയാഴ്ച ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നെതന്യാഹു പ്രസംഗിക്കുന്നതിന് മുന്നോടിയായി വൈറ്റ് ഹൌസ് റിപ്പോർട്ടർമാരോടാണ് ട്രംപിന്റെ പ്രതികരണം. വാർത്തകൾ വിശദമായി. UN പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റതിന് പിന്നാലെ അനവധി രാജ്യങ്ങളുടെ പ്രതിനിധികൾ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. പ്രസംഗത്തിനിടയിലും പ്രതിഷേധ ശബ്ദമുയർന്നു. അതേസമയം നെതന്യാഹുവിനെ പിന്തുണച്ച് ഗാലറിയിൽ നിന്നും കയ്യടികൾ ഉയർന്നു. യുഎസിന്റെയും ബ്രിട്ടന്റെയും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ജൂനിയറായ നയതന്ത്രജ്ഞരാണ് പങ്കെടുത്തത്. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണം, ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലികളെ കുറിച്ചുള്ള വിവരങ്ങൾ, ഹമാസിന്റെ ആക്രമണങ്ങളെ കുറിച്ചുള്ള ഇസ്രായേലിന്റെ നിലപാട് എന്നിവ വിശദീകരിക്കുന്ന വെബ്സൈറ്റിലേക്കുള്ള QR കോഡ് വസ്ത്രത്തിൽ ഘടിപ്പിച്ചാണ് നെതന്യാഹു പ്രസംഗിക്കാൻ എത്തിയത്. ഇസ്രായേൽ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളും ഇത് വസ്ത്രത്തിൽ ഘടിപ്പിച്ചിരുന്നു. ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡെ സിൽവ, കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയെ ആദരസൂചകമായി നെറുകയിൽ ചുംബിക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ ഗുസ്താവോയുടെ പ്രസംഗത്തിന് ശേഷമായിരുന്നു ഈ വ്യത്യസ്ത കാഴ്ച. ഗുസ്താവോ പെട്രോ തന്റെ പ്രസംഗത്തിൽ ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പലസ്തീനികളെ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്നും ഗുസ്താവോ ആരോപിച്ചു. പലസ്തീനെ മോചിപ്പിക്കാൻ ഏഷ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു അന്താരാഷ്ട്ര സൈനിക കൂട്ടായ്മ രൂപീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലുകൾ തടയണമെന്നും ആഹ്വാനം ചെയ്തു. ഈ പ്രസംഗത്തിന് പിന്നാലെയാണ് ബ്രസീലിയൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിന് അരികിലെത്തി തലയിൽ ചുംബിച്ചത്. ലുലയുടെ ഈ പ്രവൃത്തി രാജ്യാന്തര ശ്രദ്ധ നേടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിയെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ വിമർശിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. കരാറിലെ വ്യവസ്ഥകൾ ഇന്ത്യ ലംഘിച്ചതായും ഷഹബാസ് ആരോപിച്ചു. സിന്ധു നദീജല കരാർ ഏകപക്ഷീയമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം കരാറിലെ വ്യവസ്ഥകളുടെയും രാജ്യാന്തര നിയമങ്ങളുടെയും ലംഘനമാണെന്നും ഷഹബാസ് കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഈ ജലത്തിലുള്ള അവകാശം സംരക്ഷിക്കും. കരാറിന്റെ ഏതൊരു ലംഘനവും യുദ്ധത്തിന്റെ നടപടിയായി കണക്കാക്കുമെന്നും ഷഹബാസ് പറഞ്ഞു. നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റതിന് പിന്നാലെ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി അനവധി രാജ്യങ്ങളുടെ പ്രതിനിധികൾ. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖോജ ആസിഫിന് നാക്കുപിഴ. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എന്നീ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു ഖോജയുടെ നാക്കുപിഴച്ചത്. ആസിഫിന്റെ പ്രസംഗത്തിനിടയിൽ ഒന്നിലധികം നാക്കുപിഴകൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായി. 7ഓളം നാക്കുപിഴവുകളാണ് ആസിഫിന്റെ പ്രസംഗത്തിൽ നിന്നും കണ്ടെത്തിയത്. പലസ്തീനെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനുവദിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെള്ളിയാഴ്ച ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നെതന്യാഹു പ്രസംഗിക്കുന്നതിന് മുന്നോടിയായി വൈറ്റ് ഹൌസ് റിപ്പോർട്ടർമാരോടാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രായേലിനെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ എന്തായാലും താൻ അനുവദിക്കില്ല, അത് സംഭവിക്കില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പ്രധാന അറബ് മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കൾ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയമാണ്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ ഉടമ്പടി ഏതാണ്ട് അടുത്തെത്തിയെന്ന സൂചനയും ട്രംപ് നൽകി. അമേരിക്കയിലെ കലാ സാംസ്കാരിക സംഘടനയായ അലയുടെ 3ാമത് സാംസ്കാരികോത്സവമായ അല ലിറ്ററൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുവാൻ ഷിക്കാഗോയിലെത്തിയ മുൻ MLA-യും സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകനും ചിന്തകനുമായ M. സ്വരാജിനും JCB പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ജേതാവും നോവലിനും കഥയ്ക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡും സിനിമാ തിരക്കഥയ്ക്ക് സംസ്ഥാന അവാർഡും വിവാദമായ മീശ എന്ന നോവലിന്റെ രചയിതാവുമായ S. ഹരീഷിനും ഷിക്കാഗോ ഒഹെയർ എയർപോർട്ടിൽ ഷിക്കാഗോയിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ചേർന്ന് സ്വീകരണം നൽകി.
വലതുപക്ഷ പ്രവർത്തകൻ ചാർലി കിർക്കിന്റെ കൊലപാതകത്തെക്കുറിച്ച് ABC ടെലിവിഷന്റെ രാത്രികാല ഷോ ജിമ്മി കിമ്മൽ ലൈവിന്റെ അവതാരകനായ ജിമ്മി കിമ്മലിന്റെ അഭിപ്രായങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഷോയുടെ സംരക്ഷണം നിർത്തിവെച്ച പ്രക്ഷേപണ സ്റ്റേഷൻ ഉടമകളായ സിൻക്ലെയറും നെസ്റ്റേഴ്സും തങ്ങളുടെ ABC അഫിലിയേഷന്റെ വെള്ളിയാഴ്ച രാത്രി ഷോ വീണ്ടും സംരക്ഷണം ചെയ്തു തുടങ്ങുമെന്നും പറഞ്ഞു. പ്രോഗ്രാമിംഗ് കൃത്യവും സാധ്യവുമായത്ര വിശാലമായ പ്രേക്ഷകർക്ക് ആകർഷകവുമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പ്രക്രിയയിലുടനീളം തങ്ങളുടെ ലക്ഷ്യമെന്നും സിൻക്ലെയർ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇനി പൗണ്ട്, യൂറോ, ഡോളർ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.80 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 88.66 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 103.74 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 63.59 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. ദുബായിലെ നഗര റോഡുകളിലെ ഡ്രൈവറില്ലാ വാഹനങ്ങളുടെ പരീക്ഷണ ഓട്ടം നടത്താൻ അപ്പോളോ ഗോ, ബി റൈഡ്, പോണി AI എന്നീ കമ്പനികൾക്ക് RTA അനുമതി. വ്യാഴാഴ്ച ജുമൈറിലെ വാഹനങ്ങളുടെ റോഡ് ടെസ്റ്റ് നടന്നു. നഗരത്തിലെ ഗതാഗതവുമായി പൊരുത്തപ്പെടുന്നതിന് ആവശ്യമായ പരീക്ഷണങ്ങളാണ് കമ്പനികൾ നടത്തുന്നത്. ഡ്രൈവർമാർ ഓടിക്കുന്ന കാറുകൾക്ക് ഇടയിലേക്ക് എത്തുമ്പോൾ പ്രായോഗിക പ്രശ്നങ്ങൾ, പാലിക്കേണ്ട സുരക്ഷിത അകലം, സുരക്ഷാ മുൻകരുതലുകൾ, യാത്രക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൃത്യമായി ലക്ഷ്യത്തിലെത്തിക്കൽ ഉൾപ്പെടെ സങ്കീർണമായ പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. മുൻപ് ഡ്രൈവിംഗ് സീറ്റിൽ ആളെ ഇരുത്തിയാണ് പരീക്ഷണമെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും വാഹനം തനിച്ചാണ് റൂട്ടുകളിൽ സഞ്ചരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയം UAE-യിലുടനീളമുള്ള സ്കൂളുകൾക്ക് ഇത്തവണത്തെ ശൈത്യകാലാവധി പ്രഖ്യാപിച്ചതോടെ പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് ആശ്വാസം. നേരത്തെ 3 ആഴ്ച നൽകിയ ശൈത്യകാലാവധി ഈ വർഷം 4 ആഴ്ചയിലേക്ക് നീട്ടിയതോടെ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമായാണ് നൽകുന്നത്. കൂടാതെ നേരത്തെ ഇറക്കിയ അക്കാദമിക് കലണ്ടറിന്റെ ശൈത്യകാലാവധി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും തീയതികൾ അവധിക്ക് 2 മാസം മുന്നേ പ്രഖ്യാപിച്ചതിനാൽ വിമാന ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യുവാനും യാത്രകൾ പ്ലാൻ ചെയ്യാനുമുള്ള സമയം ലഭിക്കുന്നു. ഡിസംബർ 8 മുതൽ ജനുവരി 4 വരെയാണ് അവധി. എന്നാൽ ചില ഇന്ത്യൻ കരിക്കുലം സ്കൂളുകൾക്ക് ജനുവരി 2 വരെയാണ് അവധി. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.64 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 24.14 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റ് ദിനാർ 289.86 ഇന്ത്യൻ രൂപ, ഒരു ഒമാന റിയാൽ 230.19 ഇന്ത്യൻ രൂപ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 4 തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ സന്ദർശിക്കാൻ യാത്ര തിരിച്ചു. രാഷ്ട്രീയ നേതാക്കൾ, വിദ്യാർത്ഥികൾ, വ്യവസായികൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. എന്നാൽ രാഹുൽ സന്ദർശിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് കോൺഗ്രസിന്റെ മാധ്യമ പ്രചരണ വിഭാഗത്തിലെ ചുമതലയുള്ള പവൻ ഖേര വെളിപ്പെടുത്തിയിട്ടില്ല. എത്ര ദിവസത്തേക്കാണ് വിദേശത്തേക്ക് തങ്ങുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം സന്ദർശനത്തിൽ ബ്രസീലും കൊളംബിയയും ഉൾപ്പെടുമെന്നാണ് പുറത്തുവരുന്ന വിവരം. അവിടെ അദ്ദേഹം സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായി സംവദിച്ചേക്കും. മരണശേഷം അക്കൗണ്ടിലെ പണവും ലോക്കറിലെ സാമഗ്രികളും അവകാശികൾക്ക് ലഭ്യമാക്കുന്നതിനായി റിസർവ് ബാങ്ക് ചട്ടങ്ങൾ പുതുക്കി. കുടുംബാംഗങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനാണ് പരിഷ്കരിച്ച ചട്ടമെന്ന് RBI അറിയിച്ചു. 2026 മാർച്ച് 31-നകം ബാങ്കുകൾ പുതുക്കിയ ചട്ടം നടപ്പാക്കണം. സഹകരണ ബാങ്കുകളിൽ 5 ലക്ഷം രൂപയിൽ താഴെയും മറ്റു ബാങ്കുകളിൽ 15 ലക്ഷം രൂപയിൽ താഴെയുമാണ് ബാലൻസ് എങ്കിൽ നോമിനിയോ ജോയിന്റ് അക്കൗണ്ട് ഉടമയോ ഇല്ലെങ്കിൽ പോലും നിയമപരമായി അവകാശികൾക്ക് തുക ക്ലെയിം ചെയ്യാം. ഈ പരിധിക്ക് മുകളിലാണെങ്കിൽ അധിക രേഖകൾ നൽകണം. ബാങ്കിന്റെ ഭാഗത്ത് താമസമുണ്ടായാൽ പ്രതിവർഷം 4% വീതം അധിക പലിശ നഷ്ടപരിഹാരം നൽകണം. ഇനി സ്പോർട്സ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ത്രില്ലർ വിജയം സ്വന്തമാക്കി ഇന്ത്യ. സൂപ്പർ ഓവർ വരെ നീണ്ട മത്സരത്തിൽ ലങ്ക വിറപ്പിച്ച് കീഴടങ്ങിയത്. ഇന്ത്യ ഉയർത്തിയ 203 റൺസ് വിജയ ലക്ഷ്യവുമായി ബാറ്റ് ചെയ്തിയ ലങ്ക 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് എടുത്തു. ലങ്കയ്ക്ക് വേണ്ടി സെഞ്ചുറിയോടെ തിളങ്ങിയ പദം നിസംഗയാണ് മത്സരത്തിന്റെ ആവേശ കൊടുമുടിയിൽ. ലങ്കയ്ക്ക് വേണ്ടി 58 പന്തിൽ 107 റൺസുമായി പദം നിസംഗയും വിരോചിതമായി പൊരുതിയപ്പോൾ മത്സരം ടൈമിൽ കലാശിച്ചു. 7 ബൗണ്ടറിയും 6 സിക്സറും അടക്കം നിസംഗയുടെ ഇന്നിംഗ്സ്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.